ഇത് തമാശപ്പടല്ല. കുട്ടിയാണ് മിണ്ടാത്തത്, ഡയറക്ടർ സാറാണ് മിണ്ടാത്തത്. മിണ്ടിക്കൊണ്ടിരുന്നതാ. ഗുഡ്വില്ലിൽ കൊണ്ടുപോയി 3 മാസം താമസിപ്പിച്ചു. ഇന്നാണ് അവൻ ചിരിച്ചു കാണുന്നത്. ഞാൻ ചോദിച്ചു എന്താ ഇത്രയും സന്തോഷം? ഗുഡ്വില്ലിൽ നിന്ന് ഇറങ്ങി ഞാൻ. ചിന്തകാണ്ഡത്തിന് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്സ് എന്നാണെന്ന് ചോദിച്ചാൽ OTT വന്നതിന് ശേഷമോ തിയേറ്ററിൽ വന്നതിന് ശേഷമോ ഒരു മൈന്യൂട്ട് കമന്റ് നെഗറ്റീവ് പോലും പറയാത്തൊരു സിനിമയെന്ന ഒരു സിനിമയായിട്ട് വർക്കും ഇതും എനിക്ക് ഈക്വൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും എല്ലാവരും എന്നെ അന്വേഷിച്ച് വരാറില്ല. അപ്പം എപ്പോഴും കിട്ടുന്നത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ല. തൊട്ട് മുമ്പുള്ള ഒരു ഇന്റർവ്യൂല് ജോബി ചേട്ടൻ പറഞ്ഞു, എന്റെ ആ സ്ഥലത്തേക്ക് സ്വാഗതം. അതാ കഴിഞ്ഞ 3 മാസമായിട്ട് എന്റെ അവിടെ താമസിച്ചാണ്, വല്ല കുഴപ്പമുണ്ടോ നോക്ക്. അപ്പൊ ഇവൻ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ 2025 വരുമ്പോൾ ഇനി ചെയ്യുന്ന പടങ്ങളെല്ലാം ഓടി ഇപ്പം പേരിടാത്തൊരു പടം തീർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്ത് വരുമ്പോൾ സമയമെടുക്കും. നമ്മൾ ഹറിബർ ചെയ്യാറില്ല. ദൈവത്തിന് നമ്മൾ ഫിനാൻസ് എടുത്തോ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടോ അല്ല സിനിമ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയം അതിന് കൊടുക്കുന്നു. ഒരു പടത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് 50 കോടി ഇവിടെ വരണം. അതിനുശേഷം നിങ്ങൾ ബാക്കി സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താ മതി. അതിനെപ്പോഴും അരി മേടിക്കണ്ടേ. ഇതിനെയാണ്, കോടികളെയാണ് പുള്ളിക്കാരൻ അരി എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഹലോ, നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് ബി വിത്ത് രമ്യയിൽ ഇന്ന് നാരായണിന്റെ 3 ആൺമക്കൾ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ്. ഹലോ, ഹായ്. സുരാജേട്ടൻ എന്തെന്ന് ഭയങ്കര വേറിട്ട് ഭയങ്കര സ്റ്റൈലിലൊക്കെ ഇരിക്കണേ. ഇതുവരെ കാണാത്ത സുരാജ് സ്റ്റൈലായിട്ടാണോ തോന്നുന്നു? ഞാൻ എപ്പോഴും ഇങ്ങനെയാണെന്നല്ലേ? എന്താ ചോദിച്ചേട്ടാ പറഞ്ഞേ? ഭയങ്കര സുന്ദരനായി ആദ്യം പറഞ്ഞത് ഞാനാ. ആണോ? അതുകൊണ്ടാണ് അത് കണ്ണീന്ന് മാറ്റാതെ. പുള്ളി ഓർത്ത് ഞാൻ സൂപ്പിക്കാൻ പറഞ്ഞാണ്. ഇന്ന് എന്തോ ഒരു പ്രത്യേകത പുള്ളിക്കുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതെന്താണ് അതിന്റെ പിന്നിലത്തെ രഹസ്യം? നമ്മുടെ നാരായണീന്റെ 3 ആൺമക്കൾ തന്നെയാണ് രഹസ്യം. കാര്യം കുറെ നാളായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് മഹത്തായ 2 വർഷമായി സിനിമ പൂർത്തിയായിട്ട്. അപ്പോ ഇനിയെങ്കിലും ഗുഡ്വില്ലേ ഒന്ന് ഇറക്കി വിടില്ലേ, അതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഗുഡ്വില്ലാണ് കാരണക്കാരൻ. 2 വർഷമായി. ശരിക്കും പറയണോ? 2 വർഷം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പാക്കപ്പായ ദിവസമാണ്. പിന്നെ എന്താ ചോദിച്ചേട്ടാ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഇത്ര വലിയൊരു ഡിലേ വന്നത്? ഡിലേ അറിയില്ലേ? കഴിഞ്ഞ വർഷം ഒരു 25-30 കോടി. ഇത് എല്ലാ വർഷം ഞാൻ പറയില്ല, വീട്ടില് ഇവര് ചേച്ചി പറയും, നിങ്ങൾ UK വന്ന് ഈ പരിപാടി ഇവിടെ ചെയ്യാണ്. ഒരു പടത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് 50 കോടി ഇവിടെ വരണം. അതിനുശേഷം നിങ്ങൾ ബാക്കി സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താ മതി. അതിനെപ്പോഴും അരി മേടിക്കണ്ടേ. ഇതിനെയാണ്, കോടികളെയാണ് പുള്ളിക്കാരൻ അരി എന്ന് ഉദ്ദേശിക്കുന്നത്. വീട്ടില് മൊത്തത്തിലൊരു കോഡ് ഭാഷയിലുള്ള ഒരു ഇത് തമാശപ്പടല്ല. അല്ല, എന്നാലും ജോബിച്ചേട്ടാ കാണാൻ പറ്റാത്ത ഒരു വലിയൊരു ഇത് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. സാധാരണ ഒരു പ്രൊമോഷനും നമ്മൾ കാണാറില്ല, പ്രൊഡ്യൂസർ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് വരെ ഇരുന്നിട്ടില്ല. അതാ പറഞ്ഞേ, അത് മിസ്റ്റർ സുരാജ് ഉള്ളതുകൊണ്ട് മാത്രം വന്ന. എനിക്ക് പുള്ളിയോട് ഭയങ്കര ആരാധനയുള്ളത് കൊണ്ട്, ലിസ്റ്റിൻ സ്റ്റീഫൻ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും എന്നോട് ഭയങ്കര ആരാധന. ഞാനുണ്ടെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ വരും. ഇദ്ദേഹം അപ്പൊ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. പ്രൊഡ്യൂസർക്കാണ് ഒരു പടത്തിനെ കുറിച്ചുള്ള സംവിധായകനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലെങ്കിൽ ഇത്രയും ഹിറ്റുകൾ മലയാള സിനിമയിൽ ഇദ്ദേഹത്തിന് കൈവരില്ല. ഇദ്ദേഹം UK വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നെങ്കിലും UK മലയാളിയാണ്, നമ്മളെ തനി മലയാളിയാണ്. അപ്പൊ ആൾക്കാരുടെ പൾസ് ഗംഭീരമായിട്ട് അറിയാൻ കഴിവുള്ള ഒരാളാണ്. ഇല്ല എങ്കിൽ രോമാഞ്ചം എത്ര പേരെടുത്ത് കൊണ്ടു കടന്നു പുള്ളി. രോമാഞ്ചം ഞാൻ അരി വാങ്ങിച്ചോട്ടെ. അതുപോലെ തന്നെ യഥാർത്ഥ രോമാഞ്ചം ഉണ്ടായത്. ഷെല്ല് വരെ സ്കോർ ചെയ്തുണ്ട് കേട്ടോ ജോയിച്ചേട്ടാ. ചാഞ്ഞു നിൽക്കുന്ന അങ്ങോട്ടല്ലേ ഓടിക്കാൻ. ഞാനിപ്പം ചാഞ്ഞു കിടക്കുക. എന്നാലും പൊന്നു മോനെ, ആൾക്കാർക്കൊക്കെ കാര്യങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലായി. കുട്ടിയാണ് മിണ്ടാത്തത്, ഡയറക്ടർ സാറാണ് മിണ്ടാത്തത്. മിണ്ടിക്കൊണ്ടിരുന്നതാ. ഗുഡ്വില്ലിൽ കൊണ്ടുപോയി 3 മാസം താമസിപ്പിച്ചു. അതോടെ കുട്ടിയുടെ മിണ്ടാട്ടമേ. ഇന്നാണ് അവൻ ചിരിച്ചു കാണുന്നത്. ഞാൻ ചോദിച്ചു എന്താ ഇത്രയും സന്തോഷം?
ഗുഡ് വില്ലിൽ നിന്ന് ഇറങ്ങി ഞാൻ. ഫ്രീഡം കിട്ടി പറക്കാൻ തുടങ്ങി. റിലീസ് വരെ റിലീസ് വരാം. അല്ലല്ല ഇന്ന് റിലീസ് ഡേറ്റ് ആയി ആ, 7 ഫെബ്രുവരി. ഫെബ്രുവരി. ആ, ഓക്കെ. ഫിക്സ് ചെയ്തോ? ശരത്തിന്റെ റിലീസ് ഡേറ്റ് ഫെബ്രുവരി 7th. 7. നല്ല 1, 2, 3 ഉറപ്പിച്ചു. ഓക്കെ, അപ്പൊ അന്ന് ഡയറക്ടർ സാർ പറയൂ, ഷാരൻ നമുക്ക് പുതിയതായിട്ട് മലയാളത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു പുതുമുഖം ഡയറക്ടർ, ഇവരൊക്കെ എല്ലാം വെട്ടിത്തെളിച്ചൊക്കെ ഇവരൊക്കെ അംഗം കെട്ടി ലീഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇപ്പോഴും പേടിച്ച് നിൽക്കുകയാണോ? ഇല്ല. ഓക്കെ. അല്ല, അത് എത്രയാലും പറയാലും ഇവരൊക്കെ കളിച്ചു നിരുന്നാലും ഡയറക്ടറിന്റെ ഉള്ളിൽ ഒന്നാമതൊരു പുതുമുഖം എന്നുള്ള രീതിയിലും ഈ സിനിമ റിലീസ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ടെൻഷൻ ഉണ്ടാവും എത്രയാന്ന് പറഞ്ഞാലും. തീർച്ചയായിട്ടും എങ്ങനെ പോണു ഈ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ്? ഹൗ ആർ യു ഫീലിംഗ് ഇപ്പോ? നന്നായിട്ട് ഫീൽ ചെയ്യുന്നു. അത് ഒബ്വിയസ്ലി ഇപ്പം പറഞ്ഞ പോലെ ഒരു ആങ്ഷ്യസ്നെസ്സും ടെൻഷനും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ജോബി ചേട്ടൻ്റെ ഉള്ളതിന്റെ ഒരു ധൈര്യമുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജോബി ചേട്ടനെ വിളിച്ചാൽ മതി. ഓഹോ, ജോബി ചേട്ടനാണ് ധൈര്യം അപ്പോ. അല്ല, വെറുതെ പറയല്ല, അങ്ങനെയാണ്. നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി നീ ഒന്നും പേടിക്കണ്ടടാ, ഞാനിപ്പോ കൂടെ നമ്മുടെ ഏറ്റു. ജോബി ചേട്ടൻ പൊതുവേ ഇത് പറയുന്ന പോലെ പുതുമുഖം വരുന്നത് ആരാണെങ്കിലും ഡയറക്ടർ സൈഡിലായിക്കോട്ടെ, ടെക്നിക്കൽ സൈഡിലായിക്കോട്ടെ, ആക്ടർ സൈഡിലായിക്കോട്ടെ ഒക്കെ എല്ലാവരെയും ഭയങ്കരധികം സപ്പോർട്ട് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന, കഴിവുണ്ടെങ്കിൽ നിന്നെ ഞാൻ എടുത്തോളാം, നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗുഡ് വിൽ എന്റർടൈൻമെന്റ്സിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് എങ്ങനെയാ ഷാരൻ എത്തിയത് ഈ ഒരു മൂവി ആയിട്ട്? ഈ മൂവിയായിട്ട് തുടക്കത്തില് ഇപ്പം ജോബി ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേറൊരു പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പം അവരുടെ അടുത്തായിരുന്നു, ജെമിനി ഫുക്ക എന്നായിരുന്നു അവരുടെ പേര്. അവരുടെ അടുത്തായിരുന്നു ആദ്യം സ്ക്രിപ്റ്റുമായിട്ട് പോയത്. അവരാണ് ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ചില കാരണങ്ങൾ മൂലം അവർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ജോബി ചേട്ടൻ്റെ അടുത്ത് ഈ പടം എത്തുന്നതും ജോബി ചേട്ടനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഈ പടത്തിലേക്ക് വരുന്നതും. ഓക്കെ. ജോബി ചേട്ടൻ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ജോബി ചേട്ടൻ അന്ന് ഈ സിനിമയുടെ പോസ്റ്റർ എന്നെ കാണിച്ചു തന്നിരുന്നു. പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഒരു വിന്റേജ് ഫീലാണ്. ഭയങ്കര എന്തോ സാധനം ഇത് ടേക്ക് ഓഫ് ചെയ്യുമെന്ന് നമുക്കൊരു ചില ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ ഒരു ഫീലുള്ള, എന്നാൽ നമുക്ക് കാണാൻ ആഗ്രഹം തോന്നുന്ന ഒരു നല്ലൊരു ടൈറ്റിലും നല്ലൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ജോബി ചേട്ടൻ ഈ സാധനം ടേക്ക് ഓഫ് ചെയ്യുന്നുള്ള കാര്യത്തിൽ. ഇപ്പോഴും എങ്ങനെയാണ് ജോബി ചേട്ടാ? അല്ല, അതിനൊന്നും ഒരു മാറ്റമില്ല. ഞാൻ അന്ന് രമ്യയോട് പറഞ്ഞ അതേ സ്റ്റാൻഡിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ഈ സിനിമയ്ക്കകത്തൊരു സിനിമയുണ്ട്, ഒരു 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 സാധനമുണ്ട്. അത് ഒരു വലിയ സംഭവങ്ങളൊന്നുമല്ല. അതായത് സാധാരണ നടക്കാറുള്ള ഒരു ചെറിയ കാര്യങ്ങളാണ്. അത് ചെറിയ കാര്യമല്ല, കാര്യം വലുതാണ്. കാര്യം വലുതാണ്. അതെ അതെ, കറക്റ്റ്. കാര്യം വലുതാണ്, എന്നാൽ അതൊക്കെ നടക്കാറുള്ളതാണ്. അത് നമ്മളുടെ ഓഡിയൻസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സംവിധായകൻ അത് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു പ്രതീക്ഷയുണ്ട്. ഈ സിനിമയും ഗുഡ്വില്ലിൻ്റെ നല്ല സിനിമകളിൽ ആയിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ട്. അങ്ങനെ തന്നെ ഷോക്കേസ് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിഷ്കിന്ധാകാന്ഡം ഭയങ്കര ഗ്ലോബലി ഭയങ്കര ഇതായിട്ട് അക്ലെയിംഡ് ആയിട്ട് ഭയങ്കര ഒരുപാട് കോടികൾ ഈ പറയുന്ന പോലെ അരിയും ഗോതമ്പും നിറയെ വാരിക്കോരി വീട്ടിൽ വെച്ചിരിക്കുകയാണ്. അത് കിഷ്കിന്ധാകാന്ഡത്തേക്കാൾ കൂടുതൽ പൈസ കിട്ടിയ പടങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല, ആ കിഷ്കിന്ധാകാന്ഡത്തിന് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്സ് എന്നാണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു സിനിമ തിയേറ്ററിൽ വന്നതിന് ശേഷം അതിനുശേഷം OTTയിൽ വരുന്ന, സാറ്റലൈറ്റിൽ വന്നതിന് ശേഷം ആളുകൾ അതിനെ കടിച്ചു മുറിക്കാറുണ്ട്. അത് അപ്പോഴേ OTTയിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും നെഗറ്റീവ് ഇങ്ങനെ സസൂക്ഷ്മം നോക്കിയിട്ട് പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നത്. അത് അവരുടെ അധികാരവും അവരുടെ റൈറ്റ്സുമാണ്. ഞാൻ അതിനൊക്കെ എതിര് പറയാറൊന്നുമില്ല. എൻ്റെ സിനിമയെക്കുറിച്ച് എന്ത് മോശമാണ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ട്. അത് മോശമായതുകൊണ്ടാണ് അവർ പറയുന്നത്. അവർ തരുന്ന പൈസയാണ് നമ്മളിവിടെ വന്നിരിക്കാൻ യോഗ്യരാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ഇങ്ങനെ ഈ കിഷ്കിന്ധാകാന്ഡത്തിലേക്ക് വരുമ്പോൾ OTT വന്നതിന് ശേഷമോ തിയേറ്ററിൽ വന്നതിന് ശേഷമോ ഒരു മൈന്യൂട്ട് കമൻറ്റ് നെഗറ്റീവ് പോലും പറയാത്തൊരു സിനിമയെന്ന ഒരു സിനിമയായിട്ട് നിൽക്കുന്നത്. ഇപ്പം അതുപോലെ തന്നെ ഒത്തിരി ത്രില്ലർ സിനിമകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെ എൻ്റെ ലാലേട്ടൻ ഫാൻസെ നിങ്ങൾ എന്നെ തെറി വിളിക്കരുത്. ഇപ്പം ദൃശ്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദൃശ്യം സിനിമ വന്നതിന് ശേഷം പറഞ്ഞിരുന്നു നമ്മുടെ സമൂഹത്തിൽ തെറ്റായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ദൃശ്യം ഒരു ബ്രില്യൻ സിനിമയാണ്. ഞാൻ അടുത്തത് ജിത്തു ജോസഫ് പ്രേമിച്ചൊരു സിനിമ ചെയ്യുന്നുണ്ട്. അദ്ദേഹം എല്ലാം വർക്കൗട്ട് ആവുകയാണെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞ അദ്ദേഹം ഒരു ബ്രില്യൻ ഡയറക്ടറാണ്. എന്നാൽ ഈ കിഷ്കിന്ധാകാന്ഡം വന്നതിന് ശേഷം അങ്ങനെയൊന്നും നെഗറ്റീവ് ഒന്നും ആരും പറഞ്ഞില്ല. അപ്പോൾ ഐ ആം സോ ബ്ലെസ്ഡ്.
അതിനൊരു ഭാഗമാകാൻ പറ്റിയല്ലോ എന്നുള്ളത്. ഓക്കെ, അതിന്റെ ഒരു തുടർച്ചയായിട്ട് ഈ സിനിമയും അതുപോലെ തന്നെ പോട്ടെ അല്ലേ? ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ സിനിമ നിങ്ങൾ 7-ാം തീയതി ഓർത്തോളൂ. ഇനി നമ്മൾ കാണുമ്പോൾ താങ്കൾ എന്നോട് പറയും ജോയിച്ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. ഈ സിനിമയിൽ ആരും മോശം സിനിമ എന്ന് പറയത്തില്ല. അത്രയും. അല്ലാതെ ഇതൊരു 100 കോടി പടമാണെന്നോ, അല്ലെങ്കിൽ സുരാജ് വെഞ്ഞാറമൂടിന്റെ ആദ്യത്തെ 100 കോടിയാണെന്നോ, ജോജു ജോർജിന്റെ ആദ്യത്തെ 100 കോടിയെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഈ സിനിമ ഒരു നല്ല സിനിമയായിരിക്കും. ഓക്കെ, സുരാജേട്ടൻ എന്ന് പറയുന്നത് പ്രൊമോഷൻ കൊടുക്കണോ, സിനിമ റിലീസാവണോ, പ്രൊമോഷൻ കൊടുക്കണോ, റിലീസാവണോ, ഇങ്ങനെ തിരക്ക് പിടിച്ച് നിങ്ങളൊക്കെ അറിയുന്നുണ്ട്. എല്ലാ മാസവും ഇവിടെ ഉണ്ടോ പ്രൊമോഷനായിട്ട്? അതുപോലെ എല്ലാ മാസവും എത്ര മൂവീസ് കൂടും കേട്ടോ. നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. അതെന്താ? ഇത്രയും നാളും പുള്ളി അദ്ദേഹം അഭിനേതാവ് മാത്രമായിരുന്നു. ഇപ്പൊ പുള്ളിക്ക് പ്രൊഡ്യൂസറുടെ വിഷമവും മനസ്സിലായിട്ടുണ്ട്. ആ വിഷമം അറിയാതിരിക്കാനാണ് കൂളിംഗ് ഗ്ലാസ് വെച്ച് കണ്ണുകൾ മറയ്ക്കുന്നത്. ആ കണ്ണുകൾ കാണിക്കാൻ സുരാജേട്ടാ, ആ വിഷമം കാണട്ടെ. നല്ല ഹാപ്പിയാണ്. ഷെല്ലിയിലേക്ക് എത്തട്ടെ. അങ്ങനെ എല്ലാവർക്കും എപ്പോഴും ഒന്നും കാണാൻ കിട്ടുന്ന ഒരു മുഖമൊന്നും അല്ല ഷെല്ലിയുടെ. ഇടയ്ക്കൊക്കെ വന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് ഏറ്റുവാങ്ങുന്ന ഒരാളാണ് ഷെല്ലി എന്ന് പറയുമ്പോൾ. എല്ലാവർക്കും ഒരു താരത്തെ കാണുന്ന പോലെയോ ഒരു സ്റ്റാർ ഫീലിനെക്കാളും എല്ലാവർക്കും സ്വന്തം വീട്ടിലെ കുട്ടി, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവർക്കും അങ്ങനെയാണ് ഷെല്ലിയോടുള്ള ഒരു സ്നേഹവും ഒരു ഇഷ്ടവും ഒക്കെ. ഷെല്ലി അത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നു? അങ്ങനെ അറിയപ്പെടുന്നതാണോ അതോ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണോ കൂടുതലും താല്പര്യം? എനിക്കിപ്പോഴും സ്റ്റാറിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. ഒന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് ഇപ്പോഴും ആൾക്കാർ മനസ്സിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ ഷെല്ലി എന്നുള്ള പേര് പോലും പലർക്കും അറിയില്ല. എന്നെ എപ്പോഴും ആ ക്യാരക്ടറിന്റെ പേര് ഉഷാന്നും ഉഷ വന്നപ്പോ അത് മോചനം. മലയാളത്തിൽ ഞാൻ തെലുങ്കില് പോകുമ്പോഴും അവർ ആ ഷെയ്ത്താന്റെ സീരീസിന്റെ ഇതിലാണ് പറയുന്നത്. തമിഴ് പോകുമ്പോ തങ്കമീൻകളിലെ രാം സാറിന്റെ ആ ക്യാരക്ടർ. അപ്പൊ എനിക്കൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊരു കോണ്ടന്റ് റൈറ്റർ ആണ്. ഞാനൊരു ഫേമില് ചെന്നൈ ബേസ്ഡ് ഫേമില് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം ഒത്തിരി കഥാപാത്രങ്ങളൊന്നും എന്നെ അന്വേഷിച്ച് വരാറൊന്നുമില്ല. അപ്പം വരുന്നത് ഇതുപോലെ വരുമ്പോ ഞാൻ അതിനെ വളരെ ചൂസി ആയി എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്നു. ഓക്കെ, വർക്കിനിടയിൽ അതുപോലെ ഇഷ്ടം തോന്നുന്നത് ഇതൊരു പാഷനായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു അല്ലേ? വർക്കും ഇതും എനിക്ക് ഈക്വൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും എല്ലാവരും എന്നെ അന്വേഷിച്ച് വരാറില്ല. അപ്പം എപ്പോഴും കിട്ടുന്നത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ല. എനിക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഞാൻ എന്തോ ഭാഗ്യം, ദൈവത്തിന്റെ ഭാഗ്യമാണ്. അത് എനിക്ക് പ്രേക്ഷകരിൽ എപ്പോഴും മനസ്സിൽ നിൽക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ പറ്റുന്നുണ്ട്. അത് യു ആർ റിയലി ബ്ലെസ്ഡ് അക്കാര്യത്തിൽ അല്ലേ? ഡയറക്ഷൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഇവര് സുരാജേട്ടൻ ആയിക്കോട്ടെ, ജോയിച്ചേട്ടൻ ആയിക്കോട്ടെ, അലക്സി ചേട്ടൻ ആയിക്കോട്ടെ, ഇവരൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ഡയമെൻഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും ഇവരെങ്ങനെ ചേട്ടൻ അനിയന്മാരാകുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് അതെങ്ങനെ ഒരു ഡയറക്ടറിന്റെ രീതിയിൽ കഥ എഴുതുമ്പോൾ പോലും ഇവരെ 3 പേരെയും 3 ഡയമെൻഷനിൽ നിൽക്കുന്നവരെ ഒരമ്മയുടെ മക്കളായിട്ട് എങ്ങനെ അതിലേക്ക് കൊണ്ടുവന്നത്? ആ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. ഒരു അമ്മ പറ്റതിൽ എല്ലാം കറക്റ്റ് ആയിരിക്കണമെന്നില്ലല്ലോ. 3 വഴിക്കായി ആ ക്യാരക്ടേഴ്സ് അങ്ങനെ തന്നെയാണ്. ഇപ്പം രമി പറഞ്ഞ പോലെ തന്നെ 3 ഡയമെൻഷനിലുള്ള ക്യാരക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അത് പെർഫെക്റ്റ്ലി ഒരു ജിഗ്സോ പസിൽ പോലെ അത് അവരുടെ 3 പേരിലും അത് ഫിറ്റ് ആയിട്ടുണ്ട്. മിക്ക വീട്ടില് സിബ്ലിങ്സും അങ്ങനെയാണല്ലോ. 3 പേരുണ്ടെങ്കിൽ 3 വഴിക്കാണ്. മൂത്ത ചേട്ടൻ അലൻസീർ ഏട്ടൻ, രണ്ടാമത്തെ ആള് ജോജു ചേട്ടൻ, ഇളയ മകൻ ഏറ്റവും ഇളയ മകനാണ്. ഈ സൽപുത്രൻ ഏത് ദുനിയാവിലാണോ? ദുബായിലാണോ? പ്രൊഡ്യൂസർ നേരത്തെ യു കെയിൽ വെച്ച് പ്രൊഡ്യൂസറിനെ കണ്ടതുകൊണ്ട് നിങ്ങൾ യു കെയിലേക്ക് അങ്ങ് അവിടെ വെച്ചിട്ടാണ് ഇനി ഓർമ്മയുണ്ട് സുരാജ് നമ്മൾ എന്താ യു കെ പോണേ, അവിടെ എന്തൊരു ഷോട്ട് പറഞ്ഞിരുന്നല്ലോ, എപ്പോഴാ പോണേ ശരൺ, എപ്പോഴാ പോണേ? ഒരു ഷോട്ടെങ്കിലും കൊണ്ടുപോയോ യു കെയിലെ? സർപ്രൈസാ. ജോബിച്ചേണ്ടായതുകൊണ്ട് എനിക്ക് വലിയ യു കെ എന്നല്ല അന്റാർട്ടിക്ക വേണമെങ്കിലും ആക്കാം. ജോബിച്ചേണ്ടാകുമ്പോ മിക്കവാറും ഒരു റൂം ഒക്കെ സെറ്റ് ചെയ്ത് തരും. മോനെ സുരാജ്, ഇത് യു കെ ആണെന്ന് നീ അങ്ങ് വിചാരിച്ചോ? ഒരു 3 മാസത്തേക്ക് യു കെ എനിക്കറിയാം. ആ ജയിലിൽ കൊണ്ടേ തളച്ചു പൂട്ടി അങ്ങ് ഇട്ടു അല്ലേ? സുരാജേട്ടൻ പോയിട്ടില്ല? എല്ലാവർക്കും അങ്ങനെ ഒരു ഫീൽ ആയ അങ്ങനെയല്ല. പിന്നെ കണ്ടിട്ടുണ്ട് സുരാജേട്ടൻ അവിടെ ഫീൽ ഡബിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവില്ലേ? ക്ഷണം ഉണ്ടായിരുന്നു, പോയില്ല, പോണം. മോനെ, ആ വഴിക്കൊക്കെ പോകുമ്പോൾ തിരിച്ചോടാനുള്ള വഴി ഇട്ടിട്ട് വേണം കേട്ടോ, ഇല്ല പെടുത്തി കളയും. എന്റെ സഹോദരൻ അവരോട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? തൊട്ടടുത്തൊരാളുണ്ട്.
ചോദിച്ചു നോക്ക്. എക്സ്പീരിയൻസ് ആവാൻ പറഞ്ഞു. ആണല്ലേ, ഭയങ്കര നല്ലൊരു ഇത് പറഞ്ഞപ്പോ ഉള്ളിലൊരു ഡൗട്ട്, അതെ. ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. എല്ലാരും ഇത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. അല്ല, ജോബി ചേട്ടന് അറിയാവുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും വീണ്ടും എങ്ങനെ എന്നുള്ളൊരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു. തൊട്ട് മുമ്പുള്ള ഒരു ഇന്റർവ്യൂല് ജോബി ചേട്ടൻ പറഞ്ഞു, എന്റെ ആ സ്ഥലത്തേക്ക് സ്വാഗതം, അതാ കഴിഞ്ഞ 3 മാസമായിട്ട് എന്റെ അവിടെ താമസിച്ചാണ്, വല്ല കുഴപ്പമുണ്ടോ നോക്ക്. അപ്പൊ ഇവൻ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല അങ്ങനെ എനിക്ക് തോന്നിയതാണ്. സുരാജ് അവിടെ ഇരുന്ന് പിന്നെ ഒരു 4 കഥ വരെ എഴുതി. അത് സുരാജിന് അറിയോ? 4 കഥ. ഞാൻ പറഞ്ഞു ജയിലിലിരുന്ന് ആരെല്ലാം എന്തെല്ലാം. അതാ ഞാൻ പറഞ്ഞത്, നല്ല സ്ഥല. സിരാജേട്ടൻ പോയാൽ തിരിച്ചുള്ള വഴി തെളിച്ചിട്ട് വേണം പോവാന്ന്. ഇപ്പൊ ശത്രുക്കള് കൂടിക്കൊണ്ടിരിക്കുകയാണ് ജോബി ചേട്ടന്. ഓ കാര്യം ഇത്രയും ഹിറ്റുകൾ കൊടുത്ത ഒരു കമ്പനിയല്ലേ, എന്തൂര ഹിറ്റുകൾ. ഇത് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നൈസായിട്ട് വന്നിട്ട് കോടികളും കൊണ്ടുപോകുന്ന കമ്പനിയായി മാറി ഗുഡ്വിൽ. അതെ, സംഭവിക്കട്ടെ, ഇതും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അല്ലേ. ചെറുതായിട്ട് അങ്ങോട്ട് എറിയണു, ചാക്കിലാണ് വാരി എടുക്കണത്. ഇങ്ങനെ തന്നെ ആവട്ടെ ഈശ്വരാ. നാരായണി ആരാണെന്ന് ടീച്ചറിലൂടെയും പറഞ്ഞിട്ടില്ല, അത് മനസ്സിലായി. അത് പറയല, ഒരമ്മ കാണിക്കുന്നുണ്ടോ? പിന്നെ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഇത് അതുവരെ സർപ്രൈസ് ആയി. നിങ്ങൾ ഇപ്പോഴും പറയില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു, അത് ആരാന്നവര് പറയാനേ പോണില്ലായിരിക്കും. എന്തായാലും അറിയാൻ പോണില്ല, നമ്മള് സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ ആരാണ് ഈ നാരായണി. അത് പിന്നെ എന്തായാലും അതെ തരൂ, 150 അല്ലേ ഉള്ളൂ എന്നാണ് ജോയിച്ചേട്ടൻ ചോദിക്കണത്. പക്ഷെ ജോയിച്ചേട്ടാ എന്താ പറയാ, വലിയ പ്രതീക്ഷയോടെയാണ് എത്രയാന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോഴും എല്ലാം. പക്ഷെ ആ ഒരു പ്രതീക്ഷ മാത്രമല്ല, സ്ക്രിപ്റ്റ് കേട്ട് കഴിയുമ്പോൾ ഇവരെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോഴും ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ്, പ്രത്യേകിച്ചും ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ 1 2 അല്ല, എത്രയോ സിനിമകൾ ചെയ്തൊരു എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് തോന്നില്ലേ, ഇതെന്തായാലും സെറ്റ് ആവും. നമ്മൾ സത്യങ്ങൾ പറയുമ്പോഴാണ് നാളെ നമുക്ക് പിന്നെയും സംസാരിക്കാനുള്ള ശക്തി ഉണ്ടാകുള്ളൂ. ഈ സിനിമയെ ഞാൻ കഥ കേട്ട് തുടങ്ങിയതല്ല, ഞാൻ ഈ സിനിമ കാണുകയാണ് ചെയ്തത്. കണ്ടതിന് ശേഷമാണ് ഞാനിതിൻ്റെ പ്രൊഡ്യൂസറായത്. ഈ സിനിമ ശരിക്കും ടെക്നിക്കലി ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറും ഇതിൻ്റെ ഫിനാൻസിയറും മാത്രമായിരുന്നു. നമ്മളെന്നോണം പറയേണ്ടത്, എൻ്റെ ഇടയ്ക്കിൽ ഒരു ആളെന്നെ അപ്രോച്ച് ചെയ്യുകയായിരുന്നു. അവർക്ക് ഇങ്ങനെ നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടി, എനിക്ക് ശരണ ആരാണെന്ന് അറിയത്തില്ല. അപ്പോൾ വളരെ അന്ന് ഞാൻ പറയാൻ അദ്ദേഹം സത്യം പറയുമെങ്കിൽ എൻ്റെ അടുക്ക വരുന്ന 2 പേരോട് പറഞ്ഞാൽ, സുരാജിൻ്റെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്കിലും കിട്ടിയല്ലോ, മ്യൂസിക് ഞങ്ങൾക്കായിരിക്കണം. ഇങ്ങനെ നിബന്ധനകളൊക്കെ വെച്ച് ഞാൻ അവർക്ക് ഒരു വലിയ തുക കൊടുത്തു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും കുറച്ച് പൈസ ഇടാൻ മേടിച്ചു. ആ പൈസ ഇനം കൊടുത്തതിന് ശേഷം അവർ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ അടുക്ക വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നൊരു ആ പോയിന്റിൽ ഞാൻ ആദ്യം ചിന്തിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പറയുമ്പം കുറച്ച് പുറകിലേക്ക് പോയാൽ, ഇവരെ കൊണ്ട് നാളെ ശരൺ ഒരു വലിയ ആളായിട്ട് നമുക്കൊന്നും തരും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. ശരണിൽ അയാൾക്കും ഉണ്ടൊരു ജീവിതം. ഞാൻ വേണമെങ്കിൽ എൻ്റെ മുമ്പിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്നുമില്ലെങ്കിൽ എനിക്ക് ആ സിനിമ എടുത്ത് മുന്നോട്ട് പോകാം, ഇല്ലെങ്കിൽ എനിക്ക് അവരോട് യുദ്ധം ചെയ്ത് എൻ്റെ പൈസ മേടിക്കാം. അപ്പോൾ ഒരു കുഴപ്പം, ഞാൻ പൈസ മേടിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമായി മാറും. തിരിച്ച് ഞാൻ ഇതിൻ്റെ കൂടെ ഓടിയാൽ ഒരു നല്ല സിനിമ പുറത്തു വരും, ഒപ്പം അദ്ദേഹത്തിനൊരു ജീവിതമാകും, ഒപ്പം എൻ്റെ പൈസയും സേഫ് ആകും. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ. അതിനുശേഷം ഞാൻ ഈ സിനിമ രമ്യ വന്ന ആ സ്റ്റുഡിയോ, അവിടുത്തെ തിയേറ്ററിൽ വി ഹാവ് എ ഗുഡ് പ്രിവ്യൂ തിയേറ്റർ, അവിടെ ഇട്ട് ഞാൻ ഈ സിനിമ കണ്ടു. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി, അതെല്ലാം പുള്ളി ക്ലാരിഫൈ ചെയ്ത് പിന്നെയാണ് ഈ സിനിമ ഞങ്ങൾ മുഴുവിപ്പിച്ചത്. അതാണ് ഈ ലേറ്റ് ആകാനുള്ള കാരണം, അല്ലാതെ മനഃപൂർവ്വം ലേറ്റ് ആയത്. അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി കൊടുത്ത സമയമാണ്, അല്ലാതെ മനഃപൂർവ്വം. പിന്നെ ഇത് കഴിഞ്ഞ വർഷം വേണമെങ്കിൽ നമുക്കിത് റിലീസ് ചെയ്യാമായിരുന്നു. അവിടെയും എനിക്ക് എൻ്റെതായ ഒരു സ്വാർത്ഥതയുണ്ട്. ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിന് ഒരു എക്സിസ്റ്റൻസ് വേണം, എല്ലാ വർഷത്തിലും മിനിമം ഒരു പടമെങ്കിലും നമ്മൾ ചെയ്യണം. അപ്പോൾ 2024 നമ്മൾക്ക് കിഷ്കിന്ധ കാണ്ഡം റിലീസ് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. ഓണക്കാലത്ത് അത് ഞാൻ ചെയ്തു. ദൈവം നമ്മളെ അനുഗ്രഹിച്ചു, പ്രേക്ഷകർ അംഗീകരിച്ചു.
അപ്പോൾ പിന്നെ 2025 വരുമ്പോൾ ഇനി ചെയ്യുന്ന പടങ്ങളെല്ലാം ഇപ്പം പേരിടാത്തൊരു പടം തീർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്ത് വരുമ്പോൾ സമയമെടുക്കും. നമ്മൾ ഹറിബർ ചെയ്യാറില്ല. ദൈവത്തിന് നമ്മൾ ഫിനാൻസ് എടുത്തോ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടോ അല്ല സിനിമ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയം അതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 25 ഒരു സിനിമ വേണം, എന്നാൽ ഇത് 25 എന്ന് വെച്ചതുകൊണ്ടാണ് ഇത് ഡിലേ ആയത്. ഓക്കെ. ഗുഡ്വില്ലിന്റെ സുരാജ് ഏട്ടൻ ചെയ്യണ ആദ്യത്തെ പ്രൊജക്റ്റ് ആണോ? അതെ. എത്ര നാളായിട്ട് ഒരു വിളിക്കായിട്ട് കാത്തിരിക്കുകയാണ്, എന്തുകൊണ്ട് ഇത്ര വൈകി? പിടി തരണ്ടേ, ഫോൺ പോലും എടുക്കുകയില്ല. ആണോ സുരാജ് ഏട്ടാ? കണ്ണുരുട്ടി ഒന്ന് നോക്കിക്കേ ശരിക്കും. എത്ര നാളായിട്ട് ഒരു വിളിക്കായിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട്. സുരാജ് ഏട്ടാ എന്താണ് നിങ്ങൾ കണ്ണട മാറ്റി സുരാജ് ഏട്ടാ? കണ്ണിന്റെ എക്സ്പ്രഷൻ കറക്റ്റ് കിട്ടട്ടെ സുരാജ് ഏട്ടൻ. അങ്ങനെ ഇതുവരെ ഒരു മുഹൂർത്തം നമുക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സബ്ജക്റ്റ് അദ്ദേഹം ഇതുവരെ നമ്മളോടുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇനി സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അങ്ങോട്ട് ഗുഡ്വില്ലിന്റെ എല്ലാ സിനിമയിലും സുരാജ് ഏട്ടൻ ഉണ്ടാവട്ടെ എന്നുള്ളത്. അങ്ങനെ നാവും ഒന്നാവട്ടെ. സുരാജ് ഏട്ടനൊക്കെ എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളപ്പം ഇതിങ്ങനെയാണ് സീൻ, സുരാജ് ഏട്ടൻ ഇത് ചെയ്തോളൂ എന്നാണോ, അതോ ഇത്തരത്തിലുള്ള ന്യൂ കമേഴ്സ് വരുമ്പോഴും സുരാജ് ഏട്ടൻ അവരിങ്ങനെ ചിലരൊക്കെ അവര് ഡയറക്ടേഴ്സ് അഭിനയിച്ച് കാണിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ അത്തരത്തിലാണോ ഇവര് ട്രീറ്റ് ചെയ്യുന്നതൊക്കെ? എങ്ങനെയാ? ഇദ്ദേഹം തിരക്കഥ പറഞ്ഞു, കഥ പറഞ്ഞപ്പോ രസമുണ്ട്. അത് ഒരു പുതിയ അറ്റംപ്റ്റ് ആണ്, നല്ല രസകരമായിട്ട് കഥ പറഞ്ഞു. ഞാൻ അഭിനയിച്ച് കാണിച്ചിട്ടില്ല. കാണിക്കാറില്ല. ഓക്കെ. ആ കഥാപാത്രത്തിന് വേണ്ട എല്ലാ ഇമോഷനും പറഞ്ഞു തന്നു. ഇങ്ങനെയാണ്, ഇത്ര വർഷം കഴിഞ്ഞിട്ട് വരുന്നതാണ്, 20 വർഷത്തിന് ശേഷം ആ വീട്ടിലേക്ക് വരുമ്പോ ഇന്നൊരു വിഷയം കാരണമാണ് വരുന്നത്. അപ്പോ ഇതാണ് സിറ്റുവേഷൻ എന്ന് നല്ല ധാരണയോടുകൂടി തന്നെയാണ് പറഞ്ഞു തന്നത്. ഓക്കെ. ഈ കോമഡിയിലാകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ സിനിമയിലും ആണെങ്കിൽ പോലും കോമഡിയിൽ നമുക്ക് അതിലൊരു റെപ്പിറ്റേഷൻ ആയിട്ടോ അതൊന്നും തോന്നില്ല, എല്ലാം നമുക്ക് ഫ്രഷ് ആയിട്ട് എപ്പോഴും തോന്നും. ഇപ്പം അതേപോലെ തന്നെ ഒരു സിനിമയിൽ നിങ്ങളിപ്പം ദേഷ്യപ്പെടുന്ന ഒരു സീൻ അല്ലെങ്കിൽ ഇമോഷൻ വേറെ കരച്ചിലായിക്കോട്ടെ ഹാപ്പിനെസ് ആയിക്കോട്ടെ, അത് ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചിലുള്ള ഒരു ഇതാണെങ്കിൽ പോലും അത് റിപ്പീറ്റഡ്ലി ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അറിയാണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാതെ ഉണ്ടാവും, ചിലപ്പോൾ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ഇങ്ങനെയായി പോവും. അപ്പം റിപ്പീറ്റഡ്ലി എല്ലാ സിനിമയിലും ഒരു ദേഷ്യത്തിൻ്റെ ഒരു ഇത് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യരുത്, കോൺഷ്യസ് ആയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം, അങ്ങനെ നിങ്ങൾ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് അങ്ങനെ ചെയ്യാറ്, അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ? അതാണല്ലോ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്തതിൽ നിന്ന് എന്ത് വ്യത്യസ്തത ഇതിൽ കൊണ്ടുവരാം. അത് നമുക്ക് ഒരു കണ്ണും ഈ ഒരു കഥാപാത്രമാണ്, ഈ ഒരു ശരീരമാണല്ലോ എല്ലാത്തിലും ശരീരമാണ്. അപ്പൊ മാക്സിമം എന്തൊക്കെ റിപ്പീറ്റേഷൻ വരാതെ ശ്രദ്ധിക്കാൻ പറ്റും അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്, ഞാനെന്നല്ല എല്ലാവരും. ഷെല്ലിയും അങ്ങനെ തന്നെ. തീർച്ചയായിട്ടും ഫിസിക്കൽ അപ്പിയറൻസ് പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് മാറ്റാൻ ഏറ്റവും എളുപ്പം ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. അതിലെന്തെങ്കിലും ഒരു ചെയ്യും, കാരണം ബാക്കിയെല്ലാം സ്ഥായിയാണ്. അപ്പൊ അതിലെന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാൻ പറ്റുമോ, അതിനുള്ളൊരു സ്പേസ് ഉണ്ടോ, അത് നമ്മൾ എപ്പോഴും നോക്കും. ഓക്കെ. ഷെല്ലി അന്ന് മിന്നൽ മുരളിയുടെ സമയത്ത് അന്ന് ഒരു റീൽസ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ തന്നെ കുറേ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻസ് ഒരുപാടുണ്ട്, ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഗേൾ. ഇപ്പൊ എന്തൊക്കെയാണ് നിലവിലുള്ള PG-കൾ, ഏതൊക്കെയാണോ ഒന്ന് കയ്യിലൊന്ന് എണ്ണട്ടെ, നിലവിൽ എത്ര PGs ഉണ്ട്? സ്റ്റിൽ പഠിക്കുകയാണെന്ന് ഞാൻ കേട്ടു, ആണോ? സൈഡിൽ പഠിക്കുന്നുണ്ടോ? ഇപ്പൊ പഠിച്ച എന്റെ മോൻ അവന്റെ കൂടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, അവന്റെ കൂടെ ബേസ് മുതൽ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? എന്നാലും ഒന്ന് കേക്കട്ടെ കയ്യിലുള്ള PGs ഏതൊക്കെയാണെന്ന്. ഫൈനലായിട്ട് 2 PGs ഉണ്ട്. ഒന്ന് ഇൻ ഇ ഗവർണൻസ്, 2 ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ജേർണലിസം. ഇതിനിടയിൽ സോഷ്യോളജിയും എന്തോ ദാറ്റ് വാസ് ഡിഗ്രി ആയിരുന്നു സോഷ്യോളജി. ഓക്കെ. നിർത്തിയപ്പോ പഠിത്തം ഇനി തൽക്കാലത്തേക്ക് ടൈം ബീങ് ഞാൻ വർക്ക് ചെയ്യണം, അപ്പം അതെല്ലാം കൂടെ സമയം കൂടെ. ആൻഡ് ഐ എം എ വെരി ഒരു ആവിഡ് പെറ്റ് ലവർ ആണ്. അപ്പം വീട്ടില് കുറെ പെറ്റ്സ് ഉണ്ട്. പുറത്തുള്ള സ്ട്രേ ഡോഗ്സ് ഉണ്ട്, സ്ട്രേ കാറ്റ്സ് ഉണ്ട്. മൊത്തം എത്രയുണ്ട് അപ്പോ? വീട്ടിന്റെ അകത്തൊരു 8 പേരുണ്ട്. പുറത്തായിട്ടൊരു 10-25 പേരുണ്ട്. അവർക്ക് ഫുഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പോണു. സൂപ്പർ. പുതിയ അറിവാണ് കേട്ടോ. ആണോ? എന്താ സുരാജ് ചേട്ടാ 2 വർഷമായിട്ട് നിങ്ങൾക്ക് പരിചയം കണ്ടിട്ട് ഇതുവരെ ഇതൊന്നും വീട്ടിലെ വിശേഷങ്ങളൊന്നും ചോദിച്ചിട്ടില്ല? അല്ല, നമ്മൾ കണ്ടു സംസാരിച്ചു പോയി എന്നല്ലാണ്ട് പിന്നെ അതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ പിന്നെ ആരുമായിട്ട് അങ്ങനെ ഒരു ചാറ്റിങ് അങ്ങനെ ഒന്നുമില്ല. ഇനിയും വെള്ളം വേണമെങ്കിൽ സ്ഥലങ്ങൾ ഇവിടെ പറഞ്ഞാൽ മതി, ജോബി ചേട്ടൻ 1 ഏക്കർ അങ്ങ് എടുത്തു തരും. അവിടെ തന്നെ ഉണ്ട്, കോട്ടയത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ. ഇങ്ങനെ മൊത്തം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പുണ്യമാണത്. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് മനുഷ്യർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുവേണ്ടി സംസാരിക്കാൻ ആളുകളുണ്ട്.
ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള മൃഗങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരുമില്ല സംസാരിക്കുന്നത്, ആ വോയിസ്ലെസ്. അപ്പൊ നമുക്ക് ഞാനൊക്കെ ഇപ്പൊ എന്താ വെച്ചാൽ സെറ്റില് നമ്മള് പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്ന് എത്ര ഫുഡ് ഇറക്കുന്നുണ്ട്, എത്ര പേര് അത് കഴിക്കുന്നു, എത്ര പേര് കളയുന്നു. ആ ചിക്കന്റെ കാലുകളെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള കുറച്ച് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? സോ എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും ഇങ്ങനെ സെറ്റിൽ ഇങ്ങനെ തീരാറാകുമ്പോൾ ഞാൻ നോക്കി നിൽക്കും. ആരെങ്കിലും മുട്ടയുടെ മഞ്ഞ ഇതെല്ലാം ഞാൻ നിൽക്കും, ഇതിലോട്ടിടും കൊണ്ട് വേസ്റ്റിലിടരുത്. സോ വി ഗീവ് ഇറ്റ് ടു ദ നിയർ ബൈ. അപ്പം അത്രയും നാളെങ്കിലും അത് കഴിച്ച് കിടക്കും. അങ്ങനെ നമുക്ക് ചെയ്യാം. ഓരോരുത്തരുടെ പ്രവൃത്തിയാണ്. ഒരാള് ഒന്ന് മുന്നിട്ട് അവരുടെ പാത്രത്തിലുള്ള സാധനം ഷെയർ ചെയ്യാവുന്നേ ഉള്ളൂ. എത്രയോ ചോറ് കളയുന്നു, അതൊന്ന് വെളിയിലിട്ടെടുത്ത കാക്ക കഴിക്കും എല്ലാവർക്കും. ഓക്കെ, അതിനോടുള്ള പ്രത്യേകം സ്നേഹമുള്ള ആൾക്കാർക്കാണ് ഈ ഒരു മനസ്സ് തോന്നുന്നത്. അല്ല, അത് മനുഷ്യന്റെ കാര്യമായാലും സെയിം തന്നെയാണ്. കാരണം ഞാൻ ട്രിവാൻഡ്രത്തുള്ളതാണ്. മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് RCC ക്യാൻസർ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം എന്തോരം പാവങ്ങൾ വളരെ ദൂരെ നിന്ന് വന്നിട്ട് ഫിനാൻഷ്യലി വെൽ ഓഫ് അല്ല. അപ്പം അവര് ഇങ്ങനെ ഒരു പൊതു ചോറിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എത്രയോ കളയുന്നു. 2 ബിയർ മേടിക്കുന്ന സമയം നിങ്ങൾ 1 ബിയർ കുടിക്കൂ, 1 ബിയറിന്റെ കാശ് നിങ്ങൾ കൊടുക്കൂ. ഇറ്റ് ഡസന്റ് മേക്ക്, പക്ഷെ ഫോർ ദം ഇറ്റ് മേക്സ് ബിഗ് ഡിഫറൻസ്. അത്രേ ഉള്ളൂ. അപ്പം എനിക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ കുറെ ഇപ്പം പഠിത്തത്തിന്റെ കാര്യം ചോദിച്ചു, ഡിഗ്രിയുടെ കാര്യം ചോദിച്ചു. സി ഫിലിം ഇൻകം സ്റ്റെബിലിറ്റി ഇല്ല, ആൻഡ് ഐ ആം എ സിംഗിൾ മദർ. അപ്പൊ എനിക്ക് എൻ്റെ കുഞ്ഞിന്റെ കാര്യമുണ്ട്. അപ്പം നമ്മൾക്ക് ഇത് മാത്രമല്ല, ജീവിച്ചു മുന്നോട്ട് പോകണം. അതിന് വേണ്ടത് എനിക്കൊന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഏതിനും വേണ്ടത് ഒരു സ്ട്രോങ് ബേസ് ആണ്. ആൻഡ് എഡ്യൂക്കേഷൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പം നമ്മൾ ആരുടെ മുന്നിൽ കുനിയണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു ജോലി എവിടെയെങ്കിലും കിട്ടും. സോ ദാറ്റ് ഈസ് അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ട്രൂ. നമ്മുടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായതുകൊണ്ട് പെട്ടെന്ന് ഒരു സെഗ്മെന്റിലേക്ക് പോവാം. ഞാൻ കുറച്ച് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് മക്കളുടെ പേര് വായിക്കാം. ആ മക്കളുടെ അച്ഛന്റെ പേര് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അതൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയാ പോരെ. അയ്യോ, എനിക്ക് ഗൂഗിൾ ഇല്ല. നാരായണിന്റെ ഇമ്പോർട്ടന്റ്. നാരായണിയുടെ 3 മക്കൾ ആരൊക്കെയാന്ന് മനസ്സിലായില്ലേ? അതൊക്കെ മനസ്സിലായി. എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ. എന്റെ ഇതൊന്നും ആവണില്ലല്ലോ. യെസ്, രാംചരൺ. രാംചരന്റെ അച്ഛന്റെ പേരെന്ത്? ഞങ്ങളുടെ ഫോണിൽ ആരുടെ ഫോണിൽ ഗൂഗിൾ ഇല്ല, അതുകൊണ്ടാ ചോദിച്ചത്. പെട്ട് പോയി. പുള്ളിയുടെ പേര് ചിരഞ്ജീവി. ഓക്കെ, അടുത്തത് ടൈഗർ ഷ്രോഫ്, ജാക്കി ഷ്രോഫ്, സഞ്ജയ് ദത്ത്, സുനിൽ ദത്ത്, സൂര്യ, ശിവകുമാർ, ജൂനിയർ NTR, സീനിയർ NTR. എന്താണ് അറിയില്ല. നന്ദമൂരി ഹരികൃഷ്ണ. ഞങ്ങൾ ഫുൾ ഫോം ആകാറില്ല. ഇല്ല. ഓക്കെ, അടുത്തത് രൺബീർ കപൂർ, ഋഷി കപൂർ, മഹേഷ് ബാബു, കൃഷ്ണ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്, ഋതിക് റോഷൻ, രാകേഷ് റോഷൻ, അത് തന്നെ, സണ്ണി ഡിയോൾ. എക്സാക്ട്ലി. ഓക്കെ, അതൊക്കെയാണ് സംഭവം. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ രശ്മി വിചാരിച്ചോ എനിക്ക് ഇത് അവരുടെ മുമ്പ് വെച്ച് എല്ലാവർക്കും സ്വന്തം വെറൈറ്റി, സൂപ്പർ വെറൈറ്റി. ഇതെപ്പോ തോന്നിയതാ ഈ ഐഡിയ? കുറച്ചു മുന്നേ. ഇല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മുതൽ ഇവിടെ വന്ന് ഇരിക്കുകയാണ് സുരാജ് ചേട്ടാ. അപ്പൊ വെറുതെ ടൈം പാസ്. എപ്പൊ നിങ്ങൾ ഇങ്ങനെ ബിസി ആയിട്ട് ബാക്ക് ടു ബാക്ക് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുക, ഞാൻ ഇവിടെ ബോറടിച്ചിരിക്കുക. 10 മണിക്ക് എത്തിയതാ. അപ്പൊ വെറുതെ ഒന്ന് ഇരിക്കട്ടെ, ഇങ്ങനെ തിരിച്ചു വിടാമെന്ന് വിചാരിച്ച് ചെയ്തതാ. എനിവേ 3 ആൺമക്കളൊക്കെ അല്ലേ, അപ്പൊ അത് വെച്ചിട്ട് മക്കളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചുമ്മാ ഒരു ഇതിന് ചെയ്തു എന്ന് മാത്രം. അപ്പൊ എനിവേ നമ്മുടെ നാരായണീന്റെ 3 ആൺമക്കൾ ഫെബ്രുവരി 7th ജാനുവരി റിലീസ് ചെയ്യാൻ നിന്നത് പിന്നെ ഫെബ്രുവരിയിലേക്ക് മാറ്റി. മാറ്റങ്ങളെല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നല്ല രീതിയിൽ ഷാരനും നല്ലൊരു ബ്രേക്ക് വരുന്ന രീതിയിൽ വളരെ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു മൂവിയാണ്. തീർച്ചയായിട്ടും ആ പേര് തന്നെ നമ്മളെ വളരെയധികം അട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരൊക്കെയാണല്ലോ ഇതിലെ താരങ്ങളെല്ലാം. അപ്പോൾ എന്തായാലും ഗുഡ്വില്ലിന്റെ അഭിമാനിക്കാൻ പറ്റുന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണുക. താങ്ക് യു.